ഇവയുടെ മാർക്കോ എന്ന് പേരുള്ള ഒരു ചെക്കൻ ചുമരിൽ ഒരു ചിത്രം വരയ്ക്കുകയാണ്. അവനത് പെയിന്റ് അടിച്ചു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ആ ചിത്രം ഒന്ന് നോക്കി. മാർക്കോക്ക് ആ ചിത്രത്തിനോട് വല്ലാത്തൊരു പ്രണയം തോന്നാണ്. പെട്ടെന്ന് പെയിന്റ് ചിത്രത്തിൽ നിന്നും ഇളകി വരാൻ തുടങ്ങി. ഇതെന്താ ഇത് എന്ന് പറഞ്ഞ് അവൻ ചിത്രത്തിനടുത്തേക്ക് പോയി ഇളകിയ പെയിന്റ് ശരിയാക്കാൻ നോക്കുകയാണ്. പക്ഷേ അപ്പോഴേക്ക് പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അവനെ പിടിക്കാനായിട്ടാണ് അവർ വരുന്നത്. അവൻ വേഗം തന്റെ സൈക്കിൾ എടുത്ത് പായാൻ തുടങ്ങി. അവൻ പോയതും പെട്ടെന്ന് ആ ചുമരിലെ ചിത്രത്തിന് ജീവൻ വെക്കുകയാണ്. ഇതെന്താ മാജിക്കോ? ആ ചിത്രം തന്നെ തനിക്ക് ജീവൻ കിട്ടിയതോർത്ത് അത്ഭുതപ്പെടുകയാണ്. മാർക്കോനെ രക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചിത്രത്തിന് ചുമരിലൂടെ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അവൾ ചുവരിലൂടെ ഓടാൻ തുടങ്ങി. ആദ്യം അവൾ ഓരോ സാധനങ്ങളായി താഴേക്കിട്ട് പോലീസ് വണ്ടി തടയാൻ ശ്രമിച്ചു. മാർക്കോ ചുമരിലേക്ക് നോക്കിയപ്പോൾ തന്റെ ചിത്രം അതാ ഓടിപ്പോകുന്നു. അവൾ അവനെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ചു. അവൾക്കും അവനെ ഇഷ്ടമാണ്. അവൻ അവളെ നോക്കി നോക്കി താഴേക്ക് വീഴാണ്. പക്ഷേ സൈക്കിൾ ഒരു കയറിൽ കുടുങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു നിരങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കയറിലൂടെ പിന്നെയും അവർ കണ്ണും നോക്കാൻ തുടങ്ങി. അവൾ പിന്നെ ഒരു പോസ്റ്റ് താഴേക്കിട്ടു. പോലീസ് വണ്ടി ഒരു ചുമരിൽ ഇടിച്ചു. മാർക്കോ നോക്കിയപ്പോൾ ഇടിച്ച ഭാഗത്തെ ചുമരിൽ അവൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അവൾക്ക് അവിടെ നിന്നും എണീക്കാൻ കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ള പെയിന്റ് എടുത്ത് ചുമരിൽ ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആ ചിത്രം വരച്ചു തീർന്നതും പോലീസ് അവനെ പൊക്കിക്കൊണ്ടു പോവാണ്. പക്ഷെ അവൻ വിഷമിക്കുന്നില്ല. അവളെ നോക്കിയൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷേ അവൾക്ക് വിഷമമായി. വിഷമിച്ചവൾ കണ്ണടച്ചപ്പോൾ അപ്പോഴതാ ചുമരിലൂടെ ഒരു കൈ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൾ നോക്കിയപ്പോൾ അത് മാർക്കോയുടെ ചിത്രമാണ്. മാർക്കോ ഇപ്രാവശ്യം വരച്ചത് അവനെ തന്നെ ആയിരുന്നു. അങ്ങനെ ചിത്രങ്ങളിലൂടെ അവർ ഒന്നിക്കാണ്. ചുമരുകളിലൂടെ അവർ ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി.